നമസ്കാരം. ബഹിരാകാശത്ത് ന്യൂക്ലിയർ ആന്റി സാറ്റലൈറ്റ് ആയുധം സ്ഥാപിക്കാൻ റഷ്യ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി അമേരിക്ക രംഗത്തെത്തിയിരിക്കുകയാണ്. ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ജോൺ കിർബിയാണ് ഇങ്ങനെയൊരു ആരോപണം ഉയർത്തിയത്. സമീപ ഭാവിയിൽ വെല്ലുവിളിയാകാൻ ഇടയില്ലെങ്കിലും റഷ്യ ബഹിരാകാശത്ത് വെച്ച് ആന്റി സാറ്റലൈറ്റ് ആയുധം പ്രയോഗിച്ചാൽ അത് വലിയ തോതിൽ നാശനഷ്ടങ്ങൾക്കിടയാക്കുമെന്നും ബഹിരാകാശത്തു നിന്നുള്ള സേവനങ്ങളെയും നിരവധി സാറ്റലൈറ്റുകളുടെ പ്രവർത്തനത്തെയും അത് ബാധിക്കുമെന്നുമാണ് മുന്നറിയിപ്പ്. ദേശീയ സുരക്ഷയ്ക്ക് വെല്ലുവിളിയാകാൻ സാധ്യതയുള്ള രഹസ്യ വിവരം പരസ്യപ്പെടുത്താൻ തയ്യാറാവണമെന്ന് വൈറ്റ് ഹൌസ് ഇന്റലിജൻസ് കമ്മിറ്റി ചെയർമാൻ മൈക്ക് ടർണർ നേരത്തെ പറഞ്ഞിരുന്നു. ആണവായുധം ബഹിരാകാശത്തെത്തിക്കാൻ റഷ്യ ശ്രമിക്കുന്നുവെന്ന സൂചനകൾ അപ്പോൾ മുതൽ ഉയർന്നതാണ്. ഇതുവരെ റഷ്യ ഈ ആയുധം ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചിട്ടില്ലെന്നും റഷ്യൻ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നുമാണ് US പറയുന്നത്. റഷ്യ ഉയർത്തുന്ന ആശങ്കയെക്കുറിച്ച് മ്യൂണിക്കിൽ നടന്ന സെക്യൂരിറ്റി കോൺഫറൻസിനിടെ ഇന്ത്യയുടെയും ചൈനയുടെയും വിദേശകാര്യമന്ത്രിമാരുമായി US ചർച്ച നടത്തിയിരുന്നു. ബഹിരാകാശത്ത് ന്യൂക്ലിയർ ആന്റി സാറ്റലൈറ്റ് ആയുധം സ്ഥാപിക്കുന്നുവെന്ന US-ന്റെ ആരോപണം റഷ്യ നിഷേധിച്ചിട്ടുണ്ട്. വിദേശ സഹായമായി $97 ബില്യൺ പാസാക്കിയെടുക്കാൻ US കോൺഗ്രസിൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായുള്ള ബൈഡൻ സർക്കാരിന്റെ തന്ത്രമാണിതെന്നാണ് റഷ്യൻ ആരോപണം. ഈ വിദേശ സഹായത്തിൽ 60 ബില്യൺ യുക്രൈനുള്ള സഹായമാണ്. വൈറ്റ് ഹൌസ് എന്തിനാണ് ശ്രമിക്കുന്നതെന്ന് വ്യക്തമാണ്. ഫോറിൻ എയ്ഡ് ബില്ലിന് അനുകൂലമായി കോൺഗ്രസിനെ വോട്ട് ചെയ്യിപ്പിക്കാനുള്ള തന്ത്രമാണിത് എന്നായിരുന്നു ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞത്. ബഹിരാകാശത്ത് ആണവായുധം സ്ഥാപിച്ചാൽ അത് റഷ്യ അടക്കം 130 രാഷ്ട്രങ്ങൾ ഒപ്പുവെച്ച രാജ്യാന്തര ബഹിരാകാശ കരാറിന് തന്നെ എതിരാവും. ആണവായുധങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള നശീകരണ ആയുധങ്ങളോ ബഹിരാകാശത്ത് സ്ഥാപിക്കില്ലെന്നതാണ് ഈ കരാറിൽ പറയുന്നത്. ഉപഗ്രഹ വേധ ആയുധങ്ങൾ നേരത്തെയും ബഹിരാകാശത്തേക്ക് എത്തിയിട്ടുണ്ട്. പ്രവർത്തനരഹിതമായ കാലാവസ്ഥാ നിർണയ കൃത്രിമ ഉപഗ്രഹത്തെ നശിപ്പിക്കാനായി 2007 ജനുവരിയിൽ ചൈന ഒരു ആയുധം വിക്ഷേപിച്ചിരുന്നു. കൃത്രിമ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് ആയുധങ്ങൾ വഴി തകർത്താലുള്ള പ്രധാന പ്രതിസന്ധി ബഹിരാകാശ മാലിന്യങ്ങളാണ്. തകർന്ന ഉപഗ്രഹ ഭാഗങ്ങൾ മറ്റ് സാറ്റലൈറ്റുകളിൽ തട്ടി അതും നശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനകം തന്നെ ബഹിരാകാശ മാലിന്യം കൊണ്ട് പൊറുതുമുട്ടുന്ന മാനവരാശിക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ വലിയ പ്രതിസന്ധിയാവും. ഭാവിയിലെ ബഹിരാകാശ ദൗത്യങ്ങളെപ്പോലും ഇത്തരം ബഹിരാകാശ മാലിന്യങ്ങൾ ബാധിച്ചേക്കാം. അതിവേഗം സഞ്ചരിക്കുന്ന ബഹിരാകാശ മാലിന്യങ്ങൾ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിനടക്കം ഭീഷണി ഉയർത്താനും സാധ്യതയുണ്ട്. 1999 ശേഷം 32 തവണയാണ് ബഹിരാകാശ മാലിന്യങ്ങളിൽ തട്ടാതിരിക്കാൻ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന് ദിശ മാറ്റേണ്ടി വന്നത്. ഒരിക്കൽ ബഹിരാകാശ മാലിന്യം സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അതിനെ നിയന്ത്രിക്കുക അസാധ്യമാണെന്നതും പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.